മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിണക്കാൻ കോൺഗ്രസിന് കരുത്തുണ്ടോ? മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും അവഗണിച്ചുകൊണ്ട് കെ.സി.യെ മുഖ്യമന്ത്രിയാക്കിയാൽ മകന്റെ പ്രധാനമന്ത്രി മോഹത്തിനും തിരിച്ചടിയാകും. മകളും തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതിയുണ്ട് സോണിയാഗാന്ധിയുടെ ഉള്ളിന്റെ ഉള്ളിൽ. അത് വളരെയധികം പ്രകടമായി തന്നെ കാണുന്നു. 25 വർഷമായി, ഏകദേശം 25 വർഷമായി തന്നെ എട്ടും പൊട്ടും അറിയാത്ത ചെക്കനെ പ്രധാനമന്ത്രിയാക്കാൻ ആയമ്മ ഇവിടെ പരിശ്രമിക്കുകയാണ്. എന്നാൽ ചെറുക്കന്റെ കയ്യിലിരിപ്പ് കാരണം BJP ആകട്ടെ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും രാജ്യത്ത് കൂടുതൽ ശക്തമാവുകയുമാണ്. BJPക്കെതിരെ നിൽക്കുന്ന മറ്റു പാർട്ടികളെ കൂടി ചെറുക്കൻ വെറുപ്പിച്ച് ആ സാധ്യതയും അടയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മലയാളികൾ ഏറെ, അതായത് ഇവിടെ മലയാളികളെക്കാൾ ഏറെ ടെൻഷൻ അടിക്കുന്നത് ഈ അമ്മച്ചി തന്നെയാണ്. അമ്മച്ചി മാത്രമല്ല, മക്കളും ഇവിടെ ടെൻഷനിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 11 ദിവസമായി തന്നെ മാരത്തോൺ ചർച്ച നടത്തിയിട്ടും തീരുമാനമാകാത്തത്. ഇന്ന് 10 മണിക്ക് തേങ്ങ ഉടയ്ക്കുമെന്ന് പറയുന്നു എങ്കിൽ പോലും ഇവിടെയും യാതൊരുവിധ ഉറപ്പും നൽകാൻ സാധിക്കത്തില്ല. ഈ ഒരു രീതിയിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെയാണ് ഇത്തരം ഒരു വിമർശനം അദ്ദേഹം അഴിച്ചുവിട്ടത്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നോക്കിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ടെൻഷൻ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 പേരെക്കാളും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെക്കാളും വോട്ട് ചെയ്തവരെക്കാളും ഉള്ളത് ഹൈക്കമാൻഡ് എന്ന് വിളിപ്പേരുള്ള അമ്മച്ചിക്കും മക്കൾക്കുമാണ്. കേരളത്തിൽ അധികാരം എന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിൽ നിന്ന് 20 ലോക്സഭാ സീറ്റാണ് അമ്മച്ചിക്കും മക്കൾക്കും പ്രധാനം. എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താൻ കഴിഞ്ഞ 25 വർഷമായി അമ്മച്ചി ശ്രമിക്കുന്നു. ചെറുക്കന്റെ കയ്യിലിരിപ്പ് കാരണം BJP ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും രാജ്യത്ത് കൂടുതൽ ശക്തമാകുന്നു. BJPക്കെതിരെ നിൽക്കുന്ന മറ്റു പാർട്ടികളെ കൂടി ചെറുക്കൻ വെറുപ്പിച്ച് ആ സാധ്യതയും അടയ്ക്കുന്നു. ടെൻഷൻ മൂത്ത അമ്മച്ചിക്ക് ഇന്നലെ ആശുപത്രിയിൽ പോകേണ്ടി വന്നത് വേറൊന്നും കൊണ്ടല്ല, കേരളത്തിലെ MLA-മാരുടെ പിന്തുണ KC-ക്ക് തന്നെയാണ്. ജനഹിതം എന്ന പ്രചരണം നടത്തിയത് ആരൊക്കെയാണ് എന്നത് എല്ലാവരും കണ്ടതാണ്. അമ്മച്ചിയുടെയും മക്കളുടെയും വിശ്വസ്ത ദാസനായതുകൊണ്ട് തന്നെ MLA-മാരെ പോലെ അവരുടെയും പിന്തുണ KC-ക്ക് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഇത്രയും വലിയ വിജയം കോൺഗ്രസിന് നൽകിയ വിഭാഗത്തിന്റെ താല്പര്യം അവരുടെ അടിമയായ ആൾ മുഖ്യമന്ത്രിയാകുകയാണ്. പക്ഷേ അയാൾക്ക് MLA-മാരുടെ പിന്തുണയില്ല. വോട്ടെണ്ണുന്ന സമയം ഒരു വേള ആ ജനകീയനും പുറകിലായിരുന്നു എന്നത് മറക്കരുത്. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും താല്പര്യത്തിന് എതിര് നിന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകൾ വയനാട് നിന്ന് തോൽക്കും. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് കിട്ടാവുന്ന ലോക്സഭാ സീറ്റുകൾ വലിയ തോതിൽ കുറയുകയും ചെയ്യും. എങ്ങനെയും ചെറുക്കനെ പ്രധാനമന്ത്രി കസേരയിൽ എത്തിക്കാൻ പെടാപ്പാടുപെടുന്ന അമ്മച്ചിക്ക് അക്കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നോമിനിയായ സതീശൻ മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ അതുണ്ടാക്കുന്ന ധ്രുവീകരണം വലുതായിരിക്കും. വെറും പാവ മുഖ്യമന്ത്രിയായിരിക്കും സതീശൻ. കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വഴിവെക്കും. കാരണം MLA-മാർ എല്ലാം തന്നെ KC-ക്കൊപ്പമാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും അവഗണിച്ചുകൊണ്ട് KC-യെ മുഖ്യമന്ത്രിയാക്കിയാൽ മകന്റെ പ്രധാനമന്ത്രി മോഹത്തിനും തിരിച്ചടിയാകും. മകളും തിരഞ്ഞെടുപ്പിൽ തോൽക്കും. മുഖ്യമന്ത്രിയേക്കാൾ ടെൻഷൻ അമ്മച്ചിക്കും മക്കൾക്കും തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 11 ദിവസമായി മാരത്തോൺ ചർച്ച നടത്തിയിട്ടും തീരുമാനമാകാത്തത്. ഇന്ന് 10 മണിക്ക് തേങ്ങ ഉടയ്ക്കുമെന്ന് പറയുന്നു എങ്കിലും ഉറപ്പൊന്നുമില്ല. അമ്മച്ചിയുടെയും മക്കളുടെയും വിശ്വസ്ത ദാസനായ KC വരുമോ, അതോ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നോമിനിയായ സതീശൻ വരുമോ എന്നത് കാത്തിരുന്ന് കാണാം. സമവായമുണ്ടായാൽ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാതിരുന്ന ചെന്നിത്തലാജിയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയായേക്കാം. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിണക്കാൻ കോൺഗ്രസിന് കരുത്തുണ്ടോ? കാത്തിരുന്ന് കാണാം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.